സൗമ്യ വധക്കേസ് പ്രതി ഗോവിന്ദച്ചാമി ജയിൽ ചാടി കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നാണ് ഇയാൾ രക്ഷപ്പെട്ടത്. ഇന്ന് പുലർച്ചെയാണ് വിവരം അറിയുന്നത്. പരിശോധനയ്ക്കായി ഉദ്യോഗസ്ഥർ എത്തിയപ്പോൾ ഗോവിന്ദച്ചാമി സെല്ലിൽ ഉണ്ടായിരുന്നില്ല. രാത്രിയാവാം ജയിൽ ചാടിയതെന്നാണ് കരുതുന്നത്. ജീവപര്യന്തം തടവിലാണ് ഗോവിന്ദച്ചാമി. പോലീസ് വ്യാപക പരിശോധന നടത്തുകയാണ്. ഇതിന്റെ കൂടുതൽ വിവരങ്ങളുമായി വിനീഷ് കുമാർ ചേർന്നു. വിനീഷ്, ഇത്രയും ക്രൂരനായ ഒരു കൊലപാതകി ജയിൽ ഉദ്യോഗസ്ഥരുടെ കണ്ണ് വെട്ടിച്ച് ചാടിയെന്ന് പറയുമ്പോൾ വലിയ ഗൗരവമുള്ള ഒരു വാർത്തയാണ്, വലിയ ആശങ്കയുണ്ടാക്കുന്ന വാർത്തയാണ്. ഈ സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം ഉള്ളൊരു ജയിലാണ് കണ്ണൂർ ജയിൽ എന്ന് പറയുന്നത്. ഒരുപാട് കുറ്റവാളികൾ ഉള്ളൊരു സ്ഥലമാണത്. ആ സുരക്ഷാ ജീവനക്കാരുടെ കണ്ണ് വെട്ടിച്ച് ഈ കൊടും കുറ്റവാളി ചാടി എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഗോപിക, ഇതിനകത്ത് വലിയ ദുരൂഹതയാണ് നമുക്ക് ഇതിനകത്ത് തോന്നുന്നത്. കാരണം കണ്ണൂർ സെൻട്രൽ ജയിൽ പോലെ, ഇപ്പോൾ പൂജപ്പുരയാണെങ്കിലും കണ്ണൂർ സെൻട്രൽ ജയിലാണെങ്കിലും ഇവിടെയൊക്കെ അതീവ സുരക്ഷ സെല്ലുകൾ പ്രത്യേകം പ്രവർത്തിക്കുന്നുണ്ട്. കാരണം ഈ ഗോവിന്ദച്ചാമിയെ പോലുള്ള ഒരു കൊടും കുറ്റവാളിയെ പാർപ്പിച്ചിരിക്കുന്നത് 10ാം ബ്ലോക്കിലാണ്. 10ാം ബ്ലോക്ക് തന്നെ ഏറ്റവും ജയിലിനകത്തെ മറ്റൊരു ജയിൽ എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഒരു സ്ഥലം തന്നെയാണ്. ഇവിടെ ഇതിനകത്ത് ABCD എന്നീ ഉപ ബ്ലോക്കുകളുമുണ്ട്. ഇതിലുള്ള സെല്ലിൽ 60-ലധികം സെല്ലുകൾ ഇത്തരത്തിലുള്ള കൊടും കുറ്റവാളികളെ താമസിപ്പിക്കാൻ വേണ്ടിയുള്ളതാണ്. ഇതിൽ 4ാമത്തെ സെല്ലിലാണ് ഈ ഗോവിന്ദച്ചാമി ഉണ്ടായിരുന്നത്. 4ാമത്തെ സെല്ലിൽ നിന്നാണ് ഈ സെല്ലിന്റെ കമ്പി മുറിക്കുകയും വളയ്ക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടാണ് പുറത്ത് കടന്നിട്ടുള്ളത്. പുറത്ത് കടന്നതിന് ശേഷം മറ്റൊരു ചെറിയ മതിലുണ്ട്. ഈ മതിൽ ചാടിക്കടന്ന ശേഷമാണ് പ്രധാന മതിൽ, അതായത് 15 അടിയിൽ കൂടുതൽ ഉയരമെല്ലാം നമുക്ക് തോന്നുന്ന രീതിയിലുള്ള ഒരു മതിലാണ്. ഇവിടെയാണ് തുണി വടം കെട്ടിയിട്ട് ഇറങ്ങിയിട്ടുള്ളത്. മാത്രമല്ല ഇവിടെ ഇതിനു മുകളിൽ ഇലക്ട്രിക് ഫെൻസിംഗ് ഉണ്ട്. സാധാരണ നിലയിൽ ഇത്തരത്തിലുള്ള ഈ ഊർജ്ജവേലി മറികടക്കുക എന്നുള്ളതിന് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ഷോക്ക് ഏൽക്കാൻ സാധ്യതയുണ്ട്. ഒപ്പം തന്നെ ഇവിടെ എല്ലാം തന്നെ കൃത്യമായി തന്നെ സെൻസർ ഉണ്ട്. ഇത്തരത്തിൽ ആരെങ്കിലും ഇവിടെ നിന്ന് ഈ അസ്വാഭാവികമായ രീതിയിൽ ഇത്തരത്തിലുള്ള ഈ നിലവിലുള്ള സംവിധാനത്തിന് മറികടന്നുകൊണ്ട് പുറത്തേക്ക് ചാടാൻ, പുറത്ത് രക്ഷപ്പെടാനുള്ള ഒരു സാധ്യത കണക്കൂട്ടുമ്പോൾ അത്തരത്തിൽ ആളുകൾ പോവുകയാണെങ്കിൽ കൃത്യമായ അലാം ഉണ്ടാവുന്ന ഒരു അവസ്ഥയുണ്ട്. പക്ഷേ ആ സമയത്ത് എന്തുകൊണ്ട് അങ്ങനെ ഒരു അലാം സൈറൻ ഉണ്ടായില്ല എന്നതുൾപ്പെടെ വലിയ ദുരൂഹതയുണ്ട്. മാത്രമല്ല ഇയാൾക്ക് ഒരു കൈയിന് കൈപ്പത്തിയില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ വടമുണ്ടാക്കുകയും അതിൽ കൂടെ പിടിച്ചിറങ്ങുകയൊക്കെ ചെയ്തതിന് മറ്റാരെങ്കിലും സഹായമുണ്ടായിട്ടുണ്ടോ എന്നതും പ്രധാനമായും അന്വേഷിക്കുന്നുണ്ട്. നമുക്കറിയാം ഈ കോഴിക്കോട് മംഗലാപുരം ദേശീയപാതയോട് ചേർന്നാണ് ഈ ജയിലുള്ളത്, ജയിലിന്റെ മതിലുള്ളത്. നേരെ എത്തുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും. നേരെ നമ്മൾ ഇറങ്ങുന്നത് റോഡിലേക്കാണ്. അപ്പോൾ ആരുടെയെങ്കിലുമൊക്കെ സഹായമില്ലാതെ ഗോവിന്ദച്ചാമിയെ പോലെ ഇത്തരം അംഗവൈകല്യമുള്ള ഒരാൾ രക്ഷപ്പെടാനുള്ള സാധ്യത എങ്ങനെയാണ് എന്ന് തന്നെയാണ് പ്രധാനമായും പോലീസ് അന്വേഷിക്കുന്നത്. കണ്ണൂർ നഗരത്തിലും കാസർഗോഡ്, അതുപോലെ തന്നെ കണ്ണൂരിൻ്റെ അതിർത്തിയായ കോഴിക്കോട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വലിയ പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കൂടുതൽ ഉന്നത ഉദ്യോഗസ്ഥർ കണ്ണൂരിലേക്ക് എത്തിയിട്ടുണ്ട്. DGPയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം കൂടുതൽ പോലീസ് സേന, മറ്റുള്ള ജില്ലകളിൽ നിന്നുള്ള കൂടുതൽ പോലീസ് സേന തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. കൃത്യമായി തന്നെ ഇയാൾ രക്ഷപ്പെടാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ, പ്രധാനമായും നമുക്കറിയാം കണ്ണൂരിൽ നിന്ന് രക്ഷപ്പെടാൻ സാധ്യതയുള്ള ഒന്ന് മംഗലാപുരത്തേക്കാണ്. കാരണം ഒരുപക്ഷെ കേരളത്തിലേക്ക് ഇനി അയാൾ കേരളം വിടുക എന്നുള്ളൊരു ലക്ഷ്യം കൂടി അയാൾക്കുണ്ടാവും. അങ്ങനെ വരികയാണെങ്കിൽ മംഗലാപുരം വഴിയായിരിക്കും രക്ഷപ്പെടാനുള്ളൊരു സാധ്യതയാണ്. നമുക്കറിയാം മംഗലാപുരത്തേക്ക് ഇത്തരത്തിലുള്ള നൊട്ടോറിയസ് ക്രിമിനലുകളുടെ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന, അതിന്റെ ഹബ്ബുകളുള്ള സ്ഥലമാണ്. അങ്ങനെ അത് കേന്ദ്രീകരിച്ച് അയാൾ രക്ഷപ്പെടുമോ എന്നുള്ളതാണ്. എന്തായാലും കരുതിയിരിക്കുക എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. ഈ കൊടും ക്രിമിനൽ ജയിൽ ചാടിയത് രാത്രി 1:15-നാണ്. ജയിൽ അധികൃതർ ഈ വിവരം അറിയുന്നത് പുലർച്ചെ 5:15-നും. അപ്പോൾ ജയിൽ ചാടിയതാണോ ചാടിച്ചതാണോ എന്നുള്ള ഒരു വ്യക്തതയാണ് നമുക്കിനി ലഭിക്കേണ്ടത്. തീർച്ചയായും ഈ സെല്ലിന്റെ ഈ 4ാമത്തെ സെല്ല്, അതായത് 10ാം ബ്ലോക്കിലെ അതീവ സുരക്ഷാ ജയിലിനകത്തെ മറ്റൊരു ജയിൽ എന്ന് പറയുന്ന ഈ സുരക്ഷാ സെല്ലിന്റെ കമ്പി മുറിക്കുകയും വളയ്ക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ഇങ്ങനെ ഒരു കൈയിന് മാത്രം ശേഷിയുള്ള, ഒരു കൈ മാത്രം പൂർണ്ണാർത്ഥത്തിൽ പ്രവർത്തിക്കുന്ന ഒരു കുറ്റവാളിക്ക് രക്ഷപ്പെടാൻ കഴിയുക എന്നുള്ളൊരു ചോദ്യമാണ് ആദ്യം ഉണ്ടാവേണ്ടത്. രണ്ടാമത് ചെറിയൊരു മതിലുണ്ട് ഇവിടെ. ഈ മതിൽ ഒറ്റയ്ക്കാണോ ചാടിക്കിടന്നത്, അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും സഹായമുണ്ടായോ എന്നുള്ളതാണ് ഒന്ന്. അതിനുശേഷം ആരുടെയും കണ്ണിൽ കാണാതെ CCTV ദൃശ്യങ്ങൾ പോലും കൃത്യമായി, നമുക്കറിയാം രാത്രിയിലെല്ലാം തന്നെ കൃത്യമായി തന്നെ സർവൈലൻസ് ഉള്ള സ്ഥലമാണ്. രാത്രി ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥർ കൃത്യമായി ഇത് പരിശോധിക്കണം. ഓരോ സമയവും സെല്ലിൽ നിന്ന് ആരെങ്കിലും പുറത്തു വരുന്നത് CCTVയിലൂടെ കൃത്യമായ ഒരു സർവൈലൻസ് ഉണ്ടാവേണ്ടതാണ്. ഇതെല്ലാം മറികടന്നുകൊണ്ട് ഈ 10-15 അടിയിലധികം പൊക്കമുള്ള മതിലിലേക്ക് പാഞ്ഞു കയറുകയും വടം കെട്ടിക്കൊണ്ട് അതിൽ ഇറങ്ങുകയും ഈ ഇലക്ട്രിക് ഫെൻസിംഗിൽ തൊടാതെ ഇയാൾ എങ്ങനെ രക്ഷപ്പെട്ടു എന്നുള്ള ഉൾപ്പെടെയുള്ള ചോദ്യങ്ങൾ അവശേഷിക്കുന്നുണ്ട്. പൂർണ്ണമായും നമ്മൾ മനസ്സിലാക്കേണ്ടത് കണ്ണൂർ സെൻട്രൽ ജയിലിലെ വളരെ
വൻ സുരക്ഷാ വീഴ്ചയിലേക്ക് തന്നെയാണ് ഇത് കൈ ചൂണ്ടുന്നത്. ഇതിൽ നിന്ന് അധികൃതർക്ക് മാറി നിൽക്കാൻ കഴിയില്ല. ഇവിടെ മറ്റേതെങ്കിലും ഉന്നത ഉദ്യോഗസ്ഥർക്ക് അല്ലെങ്കിൽ ഇതിനകത്തുള്ള ജയിലിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഉദ്യോഗസ്ഥർക്ക് ഇതിനകത്ത് പങ്കുണ്ടോ ഇയാളെ രക്ഷപ്പെടുത്താൻ എന്നുള്ള ഉൾപ്പെടെയുള്ള സംശയങ്ങൾ ബലപ്പെടുന്നുണ്ട്. കാരണം ഈ അതീവ സുരക്ഷാ മേഖലയിൽ വരുന്ന ജയിലിനകത്ത് താമസിപ്പിച്ചിരിക്കുന്ന ഒരു നൊട്ടോറിയസ് ക്രിമിനലിനെ എങ്ങനെ പുറത്തേക്ക് കൊണ്ടുവരാൻ അല്ലെങ്കിൽ പുറത്തെത്തിക്കാൻ ആരാണ് സഹായിച്ചത്? അതിൽ ഉദ്യോഗസ്ഥരാണോ മറ്റുള്ള അത് തടവുകാരാണോ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. എന്തായാലും ഇയാൾ കണ്ണൂർ വിട്ടു പോകാനുള്ള സാധ്യതയില്ല എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. കണ്ണൂരും കാണുന്നത് ഗോവിന്ദചാമിയുടെ ഏറ്റവും പുതിയ ചിത്രമാണ്. ഞാൻ മനസ്സിലാക്കുകയാണെങ്കിൽ ഈ ജയിൽ വേഷത്തിൽ തന്നെയാണ് ഈ പ്രതി ജയിൽ ചാടിയത്. സംസ്ഥാന വ്യാപകമായി ഇപ്പോൾ ഈ പ്രതിക്കെതിരെ അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. എന്തൊക്കെ തരത്തിലുള്ള ഒരു തെരച്ചിലാണ് ഇപ്പോൾ നടക്കുന്നത്? അതായത് ജയിൽ വസ്ത്രത്തോടു കൂടിയാണ് ഇയാൾ രക്ഷപ്പെട്ടിട്ടുള്ളത്. C46 എന്നുള്ളതാണ് ഇയാളുടെ നമ്പർ എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ C46 എന്നുള്ള ഡ്രസ്സ് ധരിച്ചുകൊണ്ട് തന്നെയാണ് അയാൾ രക്ഷപ്പെട്ടിട്ടുള്ളത്. ഇനി മറ്റേതെങ്കിലും കടയിൽ നിന്ന് തുണിയോ മറ്റോ സാധനങ്ങളോ വാങ്ങിയിട്ടാണോ? കാരണം ഇയാൾ രക്ഷപ്പെട്ടിരിക്കുന്നത് 1:15 1:15 എന്നുള്ളതാണ് നമുക്കിപ്പോൾ പോലീസിൽ നിന്നും അല്ലെങ്കിൽ ജയിൽ അധികൃതരിൽ നിന്നും ലഭ്യമാവുന്ന ഒരു വിവരം. അത് 1 മണിക്കും 5 മണിക്കും ഇടയിൽ എന്ന് തന്നെയാണ് പറയുന്നത്. ഇത് 1:15 എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഈ സമയം 7 മണിയോട് കൂടിയ അധികൃതർക്ക് ഇത് മനസ്സിലായിട്ടുള്ളൂ. അതായത് ഇയാൾ രക്ഷപ്പെട്ടു എന്നുള്ളത് പൂർണ്ണമായും ജയിലിന്റെ പരിസരങ്ങളും ഇതിന്റെ CCTV ദൃശ്യങ്ങളും എല്ലാം തന്നെ നോക്കിയ ശേഷമാണ് 7 മണിയോട് കൂടിയാണ് അധികൃതർക്ക് ഇത് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. സാധാരണ നിലയിൽ വൈകുന്നേരം 7 മണിയോട് കൂടി ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം വീണ്ടും സെല്ല് പരിശോധിക്കേണ്ടതുണ്ട്. അതിനുശേഷം 5 മണിയോട് കൂടി തന്നെ ഉദ്യോഗസ്ഥർ ഈ സെല്ലിന്റെ, അതായത് ഈ നൊട്ടോറിയസ് ക്രിമിനലുകളെ പാർപ്പിച്ചിരിക്കുന്ന കൊടും കുറ്റവാളികളെ പാർപ്പിച്ചിരിക്കുന്ന സെല്ലിൽ പരിശോധന നടത്തേണ്ടതുണ്ട്. ഈ 5 മണിക്ക് പരിശോധന നടത്തിയോ എന്നുള്ള കാര്യം അറിയില്ല. പക്ഷേ 7 മണിക്ക് പരിശോധന നടത്തിയപ്പോഴാണ് ഇത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്കിതിൽ ഉത്തരം കിട്ടാത്ത പല ചോദ്യങ്ങളും അവശേഷിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഒരു പ്രതി, ഇത്തരത്തിൽ അതീവ സുരക്ഷാ ജയിലിനകത്ത് താമസിപ്പിച്ചിട്ടുള്ള, സുരക്ഷാ സെല്ലിനകത്ത് താമസിച്ചിട്ടുള്ള ഒരു പ്രതി, ഒരു കൊടും കുറ്റവാളി എങ്ങനെ രക്ഷപ്പെട്ടു എന്ന് ചോദിക്കുമ്പോൾ അതിന് ഉത്തരം നൽകാൻ എന്തായാലും അധികൃതർ തയ്യാറാവണം. അധികൃതർ അതിൽ നിന്ന് അവർക്ക് കൈ കഴുകാൻ കഴിയില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. കാരണം വടം കെട്ടിക്കൊണ്ട് ഇയാൾ റോഡിലേക്ക് ഇറങ്ങി, റോഡിൽ ഇയാളെ സഹായിക്കാൻ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. നമുക്കറിയാം കണ്ണൂർ കഴിഞ്ഞാൽ പിന്നെ കാസർഗോഡ് ജില്ലയാണ്, കാസർഗോഡ് കഴിഞ്ഞാൽ പിന്നെ കർണാടകയാണ്. കർണാടക മംഗലാപുരം, അതുപോലെ തന്നെ ഉടുപ്പി, മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് ആ ഭാഗത്തേക്ക് ഇയാൾ രക്ഷപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള സംശയമാണ് എന്തായാലും പോലീസിൽ ഉള്ളത്. ഈ സംശയം ബലപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രദേശത്ത് കൂടുതൽ, ഈ ഭാഗങ്ങളിൽ കൂടുതൽ പരിശോധന നടത്തുന്നുണ്ട്. ഒപ്പം തന്നെ കണ്ണൂരിൽ നിന്ന് കോഴിക്കോട്ടേക്ക് വരുന്ന ഭാഗങ്ങളിലും മറ്റും എല്ലാം തന്നെ പോലീസ് കൂടുതൽ സേന, കൂടുതൽ പോലീസിനെ നിയോഗിച്ചുകൊണ്ട്, ഫോഴ്സിനെ ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് പരിശോധന വ്യാപിച്ചിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷനുകൾ, ബസ് സ്റ്റാൻഡുകൾ, അതുപോലെ തന്നെ ഇയാൾ എത്തിപ്പെടാൻ സാധ്യതയുള്ള, ഇയാൾ മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ കൃത്യമായ പരിശോധന നടത്തുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം. വിനീഷ്, അതീവ സുരക്ഷാ ബ്ലോക്കിലെ സെൽ കമ്പികൾ മുറിച്ച നിലയിലാണ്, അങ്ങനെ മുറിച്ചാണ് ഈ പ്രതി രക്ഷപ്പെട്ടത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിന് പിന്നിലൊരു കൃത്യമായ പ്ലാൻ ഉണ്ട്, ഇതിന് പിന്നിലൊരു വലിയ സംഘമുണ്ട് എന്ന് തന്നെയല്ലേ? കാരണം 1:15 രക്ഷപ്പെടുന്നു, രാവിലെയാണ് ജയിൽ ഉദ്യോഗസ്ഥർ പ്രതി അവിടെ ഇല്ല എന്നുള്ള വിവരം മനസ്സിലാക്കുന്നത്. ഗോപിക, തീർച്ചയായും അത് തന്നെയാണല്ലോ, നമുക്ക് അങ്ങനെ തന്നെ സംശയിക്കാവുന്നതാണ്. പൂർണ്ണമായും ആ ഒരു സംശയം ബലപ്പെട്ടിട്ടുണ്ട് ഉദ്യോഗസ്ഥർക്കിടയിലും. കാരണം ഒരു കൈയിന് സ്വാധീനമില്ല, അല്ലെങ്കിൽ ഒരു കൈയിന് കൈപ്പത്തി ഇല്ലാത്ത ഒരാൾ ജയിലിൻ്റെ കമ്പി ഒരു കൈകൊണ്ട് എങ്ങനെ വളയ്ക്കും? ഒരു കൈകൊണ്ട് മാത്രം മുറിച്ച് രക്ഷപ്പെട്ടു. അതിനുശേഷം ഈ മതിൽക്കെട്ടിലേക്ക് കയറുന്നു. 15-16 അടിയോളം അല്ലെങ്കിൽ മീറ്ററോളം ഉയരമുള്ള, നമുക്കറിയാം സെൻട്രൽ ജയിലിൻ്റെ എല്ലാം, കണ്ണൂർ സെൻട്രൽ ജയിലിൻ്റെ എല്ലാം മതിലുകൾ അത്രത്തോളം വലിയ സുരക്ഷാ സംവിധാനത്തിൻ്റെ ഒരു ഭാഗമായി പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ നിലനിൽക്കുന്നതാണ്. അതിൻ്റെ മുകളിലേക്ക് എങ്ങനെ അയാൾ കയറി? അതിനുശേഷം വടം കെട്ടി എങ്ങനെ, ഒറ്റ കൈകൊണ്ട് എങ്ങനെ വടം കെട്ടി അയാൾ ഇറങ്ങി? ഈ ഇലക്ട്രിക് ഫെൻസിങ് എങ്ങനെ മറികടന്നു? അവിടെ ആ സമയത്ത് എന്തുകൊണ്ട് ഷോക്ക് ഉണ്ടായില്ല? അതുപോലെ തന്നെ ഈ കൃത്യമായ അലാം എന്തുകൊണ്ട് ഉണ്ടായില്ല? കൃത്യമായി സാധാരണ നമുക്ക് ഈ സെൻസർ സ്ഥാപിച്ചിരിക്കുകയാണ്. ഇത്തരത്തിലെ ആളുകൾ, അസ്വാഭാവികമായ ആളുകൾ രക്ഷപ്പെടുക. മുൻ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ തിരുവഞ്ചൂർ, ഈ ജയിലിൽ സംഭവിച്ചത് വലിയൊരു ഗുരുതര വീഴ്ച തന്നെയല്ലേ? കാരണം കണ്ണൂർ ജയിൽ എന്ന് പറയുമ്പോൾ അതീവ സുരക്ഷയുള്ളൊരു ജയിലാണ്. ഈ കൊടും കുറ്റവാളി രക്ഷപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഇതിൽ എന്തെങ്കിലും ദുരൂഹത എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ലേ? യഥാർത്ഥത്തില് വളരെ ഫ്ലിംസി ആയിട്ടാണ് ഇത് ജയിൽ ഡിപ്പാർട്ട്മെന്റ് ഇതിനെ നോക്കുന്നത്. കാരണം ഒരു കൊടും ക്രിമിനലിന് ജയിലിനകത്ത് ഒരു സഹതടവുകാരൻ കൂടി ഉണ്ട്. അതിനകത്ത് CCTV ഉണ്ട്. അയാളുടെ പ്രവർത്തനം എന്താണ് എന്നുള്ളതിനെ കുറിച്ച് പരിശോധിക്കാൻ പറ്റുന്നതാണ്. ഇയാൾ ജയിൽ ചാടുന്നതിന് വേണ്ടിയുള്ള സാധ്യതകൾ ഉള്ള ഒരു സ്ഥലമാണ്. ഇതിനു മുമ്പ് കണ്ണൂർ ജയിലിൽ നിന്ന് ജയിൽ ചാട്ടം നടന്നിട്ടുണ്ട്. അന്ന് DGPയുടെ റിപ്പോർട്ടുണ്ട്.
ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ജയിലിന്റെ ഹൈറ്റ് ഒരു ചുറ്റുമതിലിന്റെ ഹൈറ്റ് കൂട്ടണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊന്നും നടന്നിട്ടില്ല. എന്നിട്ടും ഇത്രയും ചെറിയ സുരക്ഷിതത്വം മാത്രമുള്ള ഒരു സ്ഥലത്ത് എങ്ങനെ ഇതുപോലൊരു കൊടും ക്രിമിനലിനെ സൂക്ഷിക്കാൻ ധൈര്യപ്പെട്ടു എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഹൈടെക് ജയിലുകൾ ഉണ്ടായിരുന്നല്ലോ, ആ ഹൈടെക് ജയിലുകളെ സൂക്ഷിക്കാമായിരുന്നല്ലോ. അതൊന്നും ചെയ്യാതെ ഇതുപോലൊരു ജയിലിൽ അയാളെ കൊണ്ടുവന്ന് സൂക്ഷിക്കാൻ കാരണം എന്ത് എന്നുള്ള ചോദ്യം പ്രസക്തമായി നിൽക്കുകയാണ്. അപ്പോൾ ഇത്രയും ലാഘവത്തോടെയാണോ ഇത്രയും വലിയൊരു കുറ്റവാളിയെ പാർപ്പിച്ചത് എന്നുള്ളൊരു ചോദ്യമാണ് ഇനി നിലനിൽക്കുന്നത്. അത് തന്നെയാണ് ഞാൻ ചോദിച്ചത്. ഇയാൾ കൊടും ക്രിമിനൽ എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം രണ്ട് കുറ്റകൃത്യങ്ങളാണ് അയാളുടെ മേലിലുള്ളത്. ഒന്ന്, ഒരു പെൺകുട്ടിയെ കൊലപാതകം നടത്തി, ആ കുട്ടിയെ അതിനു മുമ്പ് അതിനെ അപമാനിച്ചു. ഈ രണ്ട് കുറ്റങ്ങൾ നിൽക്കുന്ന ഒരു കൊടും ക്രിമിനലിനെ ഇതുപോലൊരു സ്ഥലത്ത് എങ്ങനെ സൂക്ഷിക്കാൻ പറ്റി? അയാള് സംശയാതീതമായി തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന കുറ്റകൃത്യം തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള കാരണത്താലാണ് അയാളെ സുപ്രീം കോടതി വിട്ടത്. അതിന്റെ അർത്ഥം കുറ്റകൃത്യം ചെയ്തില്ല എന്നല്ല, സംശയാതീതമായി തെളിയിക്കാൻ പറ്റിയില്ല. അത് കാരണം അത് പ്രോസിക്യൂഷനെതിരെയുള്ള ആക്ഷേപമാണ്. സംശയാതീതമായി തെളിയിക്കേണ്ടതാരാ? പ്രോസിക്യൂഷൻ. എന്തുകൊണ്ട് തെളിയിക്കാൻ പറ്റിയില്ല എന്നൊരു ചോദ്യം കോടതി തന്നെ ചോദിക്കുകയാണ്. അതിന്റെ ആനുകൂല്യത്തിലാണ് അയാൾ ഇപ്പോൾ വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഇപ്പോൾ അയാൾ ജയിലിൽ നിന്ന് തന്നെ രക്ഷപ്പെട്ടു. നന്ദി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അമൃത വാർത്തകളോട് പ്രതികരിച്ചതിന്. വീണ്ടും വിനീഷ് ഉണ്ട്. വിനീഷ്, ജയിലിൽ സംഭവിച്ചത് ഗുരുതര സുരക്ഷാ വീഴ്ച എന്നാണ് നമ്മളോട് പ്രതികരിച്ച തിരുവഞ്ചൂർ രാധാകൃഷ്ണനും പറഞ്ഞത്. അത് തന്നെയാണല്ലോ. കാരണം നമുക്കറിയാം ഇത് സുരക്ഷാ വീഴ്ചയാണ്. ഇനിയിപ്പോൾ ഒരുപക്ഷെ ഈ സഹായങ്ങളൊന്നും, ആരുടെ ബാഹ്യ സഹായങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഗോവിന്ദചാമി ഇതിൽ നിന്ന് രക്ഷപ്പെട്ടതാണെങ്കിൽ തന്നെ അയാളെ വളരെ സൂക്ഷിക്കേണ്ടതാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി കൃത്യമായി തന്നെ ബോഡി മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന ഒരാളാണ്. ഭക്ഷണത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും കൃത്യമായി തന്നെ വ്യായാമം നടത്തുക. കാരണം അയാളെ ഈ ഗോവിന്ദചാമിയെ വധശിക്ഷയ്ക്ക് വിധിച്ച സമയത്ത് തന്നെ അത് യാതൊരു തരത്തിലുള്ള പ്രതികരണവും അയാൾക്ക് യാതൊരു ഭാവമാറ്റവും ഇല്ലാതെ അയാൾ കൃത്യമായി തന്നെ രാവിലെയും വൈകുന്നേരവും വ്യായാമം നടത്തുകയും ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്തതാണ്. അപ്പോൾ അയാൾക്ക് കൃത്യമായ ഒരു പ്ലാൻ, കൃത്യമായ അയാൾ ആസൂത്രണം ചെയ്തുകൊണ്ട് തന്നെ എന്തെങ്കിലും ജയിൽ ചാടാൻ കിട്ടും, അതിനൊരു അവസരം നോക്കി നിൽക്കുകയായിരുന്നു എന്ന് തന്നെ നമുക്ക് ഇതിൽ കാര്യത്തിൽ പറയേണ്ടിയിരിക്കുന്നു. കാരണം അത്രത്തോളം അയാളുടെ ശാരീരികമായുള്ള അയാളുടെ മാറ്റങ്ങളെല്ലാം തന്നെ അയാൾ ജയിലിലായതിനു ശേഷം 2011 സൗമ്യ കൊല്ലപ്പെടുന്നത്. സൗമ്യ കൊല്ലപ്പെട്ടതിന് ശേഷം അയാൾ പിടിയിലായതിനു ശേഷവും ഇപ്പോൾ MLA KK രമ നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട്. KK രമ, ഇത്രയും ക്രൂരനായ ഒരു കൊലപാതകി ജയിൽ ഉദ്യോഗസ്ഥരുടെ കണ്ണ് വെട്ടിച്ച് ചാടി എന്ന് പറയുമ്പോൾ വലിയൊരു സുരക്ഷാ വീഴ്ചയല്ലേ ചൂണ്ടിക്കാട്ടുന്നത്? അല്ല, ഇത് വളരെ ഗുരുതരമായ ഒരു വിഷയമാണ്. ഇത്രയും സുരക്ഷിതമല്ലേ കണ്ണൂർ ജയിലിന്? ഇത്രയും വലിയ കുറ്റവാളികളെ സൂക്ഷിക്കാനുള്ള ഒരു സംവിധാനവും കണ്ണൂർ ജയിലിനില്ലേ? ഇതിന്റെ ഭാഗമായിട്ടാണ് അവരിപ്പോ പുറത്തു കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായത്? അത് അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ജയിൽ ഉദ്യോഗസ്ഥന്മാരുടെ സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ടാകും. അവരുടെ സപ്പോർട്ട് ഇല്ലാതെ നടത്താൻ സാധിക്കില്ല. ഇതുപോലുള്ള ഒരു സംവിധാനങ്ങളുടെ ഭാഗമായിട്ട് വലിയ തോതിലുള്ള സുരക്ഷാ വീഴ്ചയാണ് ഉണ്ടായിരിക്കുന്നത്. അടിയന്തരമായ കർശന നടപടി ഉണ്ടാകണം ഈ കാര്യത്തിൽ. ജയിൽ DGP ഒക്കെ ഇതിനകത്ത് മറുപടി പറഞ്ഞേ മതിയാവുള്ളൂ. എന്താണ് ഇവര് അവിടെ ചെയ്തത് എന്നുള്ളതിനെ സംബന്ധിച്ച് സപ്പോർട്ടില്ലാതെയൊന്നും ഇവർക്ക് പുറത്തിറങ്ങാൻ കഴിയില്ല. കണ്ണൂർ ജയില് നമുക്കറിയാം, പല പ്രാവശ്യം നമ്മൾ ഈ കണ്ണൂർ ജയിലിനുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടുണ്ട്. അത് പലപ്പോഴും നിയന്ത്രിക്കുന്നത് TP കേസിലെ പ്രതികളാണ് എന്ന് വരെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അവിടെ ഉദ്യോഗസ്ഥന്മാരെ ഉൾപ്പെടെ ഭരിക്കുന്നിടത്തേക്ക് അവിടുത്തെ ജയിൽ ക്രിമിനലുകൾ മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമുണ്ട്. ഒരു പരിശോധനയും അവിടെയൊന്നും നടക്കുന്നില്ല, ഒരു നിയന്ത്രണവുമില്ല. പോലീസ് അധികാരികൾക്കോ ജയിൽ അധികാരികൾക്കോ ഇതിന് മേൽ ഒരു നിയന്ത്രണവുമില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. വളരെ ഗുരുതരമായ ഒരു വിഷയമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അടിയന്തരമായ ഇടപെടൽ ഇതിനകത്ത് ആവശ്യമാണ്. നന്ദി ശ്രീ KK രമ അമൃത വാർത്തകളോട് പ്രതികരിച്ചതിന്. സൗമ്യാവധ കേസ് പ്രതി ഗോവിന്ദചാമി ജയിൽ ചാടി. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടത് തുണി ഉപയോഗിച്ച് വടമുണ്ടാക്കി എന്ന് സൂചന. അതീവ സുരക്ഷാ ബ്ലോക്കിലെ സെൽ കമ്പികൾ മുറിച്ച നിലയിലാണ്. പുറത്തുനിന്ന് സഹായം ലഭിച്ചെന്നും സംശയമുണ്ട്. സംസ്ഥാന വ്യാപകമായി തെരച്ചിൽ തുടങ്ങിയിരിക്കുകയാണ്. റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ്, അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും പോലീസ് പരിശോധന സംസ്ഥാന വ്യാപകമായി തന്നെ നടക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഗോവിന്ദചാമിയുടെ ഏറ്റവും പുതിയ ചിത്രമാണ്. ഗോവിന്ദചാമിയെക്കുറിച്ച് വിവരം ലഭിക്കുന്നവർ
9446899506 എന്ന നമ്പറിൽ അറിയിക്കേണ്ടതാണ്. ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി വിനീഷ് ഉണ്ട്. വിനീഷ്, നമ്മളോടൊപ്പം പ്രതികരിച്ച എല്ലാവരും പറയുന്നുണ്ട് വലിയൊരു സുരക്ഷാ വീഴ്ച തന്നെയാണ് ഈ കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഉണ്ടായിരിക്കുന്നത്. കാരണം ആരുടെയും സഹായമില്ലാതെ ഇത്രയും ഒരു കൊടും കുറ്റവാളിക്ക് ഒരിക്കലും ആ ജയിലിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല. ഗോപിക, തീർച്ചയായും കെ രമ MLA പറഞ്ഞിരിക്കുന്നത് വളരെ ശരിയാണ്. കാരണം രാഷ്ട്രീയ തടവുകാരുടെ ഒരു സങ്കേതം എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു കണ്ണൂർ അറിയപ്പെട്ടിരുന്നത്. കാരണം പ്രത്യേകിച്ച് CPM-ന്റെ ഒരു കേന്ദ്രമായി തന്നെ CPM-ന്റെ ഒരു സെല്ല് തന്നെ അതിനകത്ത് പ്രവർത്തിക്കുന്നു എന്നുള്ള കാര്യത്തിലും നമുക്ക് ഒട്ടും സംശയമില്ല. രാഷ്ട്രീയത്തിൻ്റെ ഒരു അതിപ്രസരം പലപ്പോഴും കണ്ണൂർ സെൻട്രൽ ജയിലിനെ വലിയ വിവാദങ്ങളിലേക്ക് വലിച്ചഴക്കുകയെല്ലാം ചെയ്തിരുന്നു. മുമ്പും ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ അവിടെ നിന്ന് ഉണ്ടായതാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഈ ഗോവിന്ദചാമിയെ പോലുള്ള ഒരു കൊടും കുറ്റവാളിക്ക് ജയിൽ ചാടാനുള്ള സഹായം എവിടെ നിന്ന് കിട്ടി എന്നുള്ളൊരു ചോദ്യത്തിന് ഉത്തരം കൃത്യമായും അധികൃതർ നൽകേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഈ സുരക്ഷാ സംവിധാനങ്ങളെല്ലാം കണ്ണൂർ സെൻട്രൽ ജയിൽ പോലുള്ള ഒരു വലിയ സംവിധാനത്തിനകത്ത് ഇത്രത്തോളം സുരക്ഷാ വീഴ്ചയുള്ളതാണോ? കാരണം നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇത്ര സമയം കൊണ്ട് ഇതിൻ്റെ കമ്പി വളച്ചോ അല്ലെങ്കിൽ ഒരു കൈ മാത്രമുള്ള ഒരാൾക്ക്, ഒരു കൈ മാത്രം സ്വാധീനമുള്ള, ഒന്നിന് മാത്രം കൈപ്പത്തിയുള്ള ഒരാൾക്ക് ഈ കമ്പി വളച്ചോ കമ്പി മുറിച്ചോ പുറത്ത് കിടക്കാൻ എങ്ങനെ കഴിഞ്ഞു എന്നുള്ളതാണ്. മറ്റ് ബാഹ്യ സഹായമൊന്നും ലഭിക്കാതെ. ഒപ്പം തന്നെ ഈ മതിൽ ചാടാൻ വേണ്ടിയും ശ്രമിച്ചപ്പോൾ അതും ആ CC ക്യാമറയിൽ പതിയാതെ പോയത് എന്തുകൊണ്ടാണ്? ഇതിനകത്തുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥർ ഈ സമയം ഉറങ്ങുകയായിരുന്നോ? ഒപ്പം തന്നെ ഇതിൻ്റെ ഇലക്ട്രിക് ഫെൻസിങ്ങിൽ എന്തുകൊണ്ട് ഇയാൾക്ക് ഷോക്ക് അടിച്ചില്ല? അതുപോലെ തന്നെ ഇതിൻ്റെ കൃത്യമായ സെൻസർ സംവിധാനം ജയിലിനകത്ത് ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഒരു അലാം മുഴങ്ങിയില്ല? ഇതിനെല്ലാം തന്നെ ഉത്തരം പറയാൻ അധികൃതർ തയ്യാറാകണം. അതല്ല എങ്കിൽ ഇതെല്ലാം മറികടന്നുകൊണ്ടാണ് ഇയാളുടെ ഒറ്റയ്ക്കുള്ള എഫേർട്ടിൽ ഇയാൾ രക്ഷപ്പെട്ടതാണെങ്കിൽ അയാളെ വളരെ കരുതിയിരിക്കേണ്ടതാണ്. ഗോവിന്ദചാമിയെ പോലുള്ളൊരു കൊടും കുറ്റവാളി ഇറങ്ങിയിട്ടുള്ളത് സമൂഹത്തിലേക്കാണ്. നമ്മൾ പാനിക് ആവാൻ വേണ്ടി പറയുന്നതല്ല. ഇതെല്ലാം മറികടന്നുകൊണ്ടാണ് ഇയാൾ പുറത്തിറങ്ങിയിട്ടുള്ളത്. അത്രയും മാത്രമല്ല, ഇയാളുടെ തമിഴ്നാട്ടിൽ ഉൾപ്പെടെ നിരവധി കവർച്ചാ കേസിൽ പ്രതിയാണ്. വലിയൊരു കവർച്ചാ സംഘത്തിൻ്റെ ഭാഗമാണ്. കോയമ്പത്തൂരും മധുരയും എല്ലാം കേന്ദ്രീകരിച്ച് തീവണ്ടികളിൽ, അതായത് ട്രെയിനുകളിൽ വലിയ തോതിൽ കവർച്ച നടത്തുന്ന വലിയൊരു സംഘത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഇയാൾ ജയിലിലായ സമയത്ത് ഇയാളെ രക്ഷിക്കാൻ ഇറങ്ങിയിട്ടുള്ളത് BA ആളൂരിനെ പോലെ ഉണ്ടായിരുന്ന അത്ര പ്രഗത്ഭരായ അഭിഭാഷകരായിരുന്നു. അവർക്ക് എവിടെ നിന്നാണ് കൃത്യമായി കോടതി ഫീസ് ലഭിക്കുന്നത് എന്നൊക്കെ നമുക്ക് പിന്നീട് പുറത്തു വന്നതാണ്. കാരണം അത്രയും കവർച്ചാ സംഘത്തിൻ്റെ വലിയൊരു ഭാഗമായതുകൊണ്ട് ഇയാളെ രക്ഷപ്പെടുത്താൻ ശ്രമം കവർച്ചാ സംഘത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായതും എല്ലാം നമുക്ക് അറിയുന്നതാണ്. അങ്ങനെ ഒരാൾ പുറത്തേക്ക് വരുമ്പോൾ തീർച്ചയായും നമ്മൾ കരുതിയിരിക്കണം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ പോലീസ് പറയുന്നത് പ്രധാനമായും ഇയാളെ ഇന്ന് തന്നെ വൈകുന്നേരത്തിനകം തന്നെ പിടികൂടാൻ കഴിയും. എന്തായാലും നഗരം വിട്ടു പോകാനുള്ള സാധ്യതയില്ല. ഇയാൾ കൃത്യമായി തന്നെ സെല്ലിൽ ഇരുന്നപ്പോഴുള്ള ജയിലിനകത്തുള്ള യൂണിഫോമിൽ തന്നെയായിരുന്നു. C46 എന്ന് പറയുന്ന നമ്പർ അയാളെ കൃത്യമായി തന്നെ അയാളുടെ യൂണിഫോമിൽ അയാളുടെ ജയിൽ വസ്ത്രത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ അയാളെ പിടിക്കാൻ കഴിയും എന്ന് തന്നെയാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പോഴും നമുക്ക് സംശയങ്ങൾ ബലപ്പെടുന്നത് ഇത്രയും സുരക്ഷ മറികടന്ന് ഒരാൾക്ക് രക്ഷപ്പെടാൻ അധികം സമയം വേണ്ട. കാരണം ഇത് പോലീസും ജയിൽ അധികൃതരും ഇത് അറിഞ്ഞു വരുമ്പോഴത്തേക്ക് സമയം 7 മണിയായി. ഇതിനകം തന്നെ അതിൻ്റെ മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ ഇയാൾ രക്ഷപ്പെട്ടിരിക്കുന്നു. ഇയാൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ട്രെയിൻ മാർഗം പോയിട്ടുണ്ടാകുക? 7 മണിക്ക് ഇത് അറിഞ്ഞതിന് ശേഷമാണ് പിന്നീട് മാധ്യമങ്ങളിലെല്ലാം വാർത്തയാവുന്നത്. കാരണം അയാൾക്കൊരു പക്ഷേ മംഗലാപുരത്ത് എത്താനുള്ളൊരു സമയം അത്രമാത്രം മതി. നമുക്കറിയാം, കണ്ണൂരിൽ നിന്ന് കാസർഗോഡ് കഴിഞ്ഞ് മംഗലാപുരത്ത് എത്താൻ വലിയ സമയമൊന്നും വേണ്ട. മംഗലാപുരം പോലുള്ള ഇത്തരത്തിലുള്ള നോട്ടോറിയസ് ക്രിമിനലുകളുടെ ഹബ്ബ് പ്രവർത്തിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ മംഗലാപുരം പോലുള്ള സ്ഥലങ്ങൾ. അവിടെ ഇയാൾക്ക് എത്താൻ വലിയ സമയമൊന്നും വേണ്ടി വരില്ല. അയാൾ രക്ഷപ്പെട്ടോ അതല്ലെങ്കിൽ മറ്റു ഭാഗങ്ങളിലേക്ക് രക്ഷപ്പെട്ടോ ഇതെല്ലാം തന്നെ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും പ്രതിയെ കണ്ടെത്താൻ വേണ്ടി, കുറ്റവാളിയെ കണ്ടെത്താൻ വേണ്ടി പ്രത്യേക ഒരു ഫോഴ്സ് തന്നെ രൂപീകരിച്ചിട്ടുണ്ട്. ഇന്ന് ഇത് സംബന്ധിച്ചുള്ള ഉന്നത പോലീസ് അധികാരികളുടെ അടിയന്തര യോഗം കണ്ണൂരിൽ ചേരും. അതിനുശേഷം കൂടുതൽ മറ്റ് ജില്ലകളിൽ നിന്നുള്ള കൂടുതൽ ഫോഴ്സിനെ ഇവിടെ വിനിയോഗിച്ചിട്ടുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും, റെയിൽവേ സ്റ്റേഷനും ബസ് സ്റ്റാൻഡും പോലുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ ഇയാൾ രക്ഷപ്പെടാൻ സാധ്യതയുള്ള, ഇയാൾ രക്ഷപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും പോലീസിന് സംശയമുണ്ട്. ഇയാൾ പ്രധാനമായും വാഹനങ്ങൾ, നമുക്ക് അതിനകത്ത് മറ്റൊരു കാര്യം, ഇയാൾ ഈ ജയിൽ ചാടിയ സമയത്ത് മറ്റേതെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ ജയിലിന് പുറത്തുള്ള കഴിഞ്ഞ ദിവസം തന്നെ ഇയാളുടെ ഒരു ബന്ധു മുരുകൻ ജയിലിലെത്തി ഇയാളെ കണ്ടിരുന്നു. ഇയാൾ രക്ഷപ്പെടുന്നത് മനസ്സിലാക്കി വാഹനവുമായി വരികയോ മറ്റോ ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ഇയാൾ വാഹനത്തിൽ തമിഴ്നാട്ടിലേക്കോ അല്ലെങ്കിൽ മംഗലാപുരത്തേക്കോ രക്ഷപ്പെട്ടോ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും അന്വേഷിക്കപ്പെടുന്നുണ്ട്. ആ രീതിയിലുള്ള പരിശോധനകളും അന്വേഷണങ്ങളും എല്ലാം വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഗോപിക, വിനീഷ്, ഇപ്പോൾ സംസ്ഥാന വ്യാപകമായി ഇയാൾക്കായി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എന്തൊക്കെ തരത്തിലുള്ള ഒരു തെരച്ചിലാണ് ഇപ്പോൾ നടക്കുന്നത്?
ഗോപിക, ഇയാൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ, അതായത് ഈ 5 മണിക്ക് ശേഷം 7 മണിയോട് കൂടിയാണ് ഇത് അറിയുന്നത്. അതിനുശേഷം പ്രധാനമായും ജയിലിനകത്താണ് തെരച്ചിൽ നടത്തിയത്. ജയിലിൽ ഏതെങ്കിലും ഭാഗത്ത് ഇയാൾ ഉണ്ടോ എന്നുള്ളത്. അതിനുശേഷമാണ് ഈ വടം കെട്ടിയിരിക്കുന്ന ഈ മതിലിൽ വടം കെട്ടി ഇയാൾ ഇറങ്ങിയിരിക്കുന്നു എന്നുള്ളത്. കാരണം ഇയാളുടെ കാൽപ്പാടുകൾ ഉൾപ്പെടെ കൃത്യമായി തന്നെ പരിശോധിച്ചിട്ടുണ്ട്. അയാൾ ഈ പോയ വഴികൾ, ഇതെല്ലാം തന്നെ കൂടുതൽ ശാസ്ത്രീയമായ പരിശോധനകൾ വരും മണിക്കൂറുകളിൽ ഉണ്ടാവും. ഫോറൻസിക് ഉൾപ്പെടെയുള്ള പരിശോധനകൾ നടത്തേണ്ടതുണ്ട്. കാരണം ഈ കാൽപ്പാദം, ഇയാൾ രക്ഷപ്പെട്ടിരിക്കുന്ന വഴികൾ എങ്ങനെയൊക്കെയാണ്, അതുപോലെ തന്നെ ഈ കമ്പി മുറിക്കാൻ എന്തൊക്കെയാണ്, മറ്റാരുടെയെങ്കിലും വിരലടയാളമോ മറ്റോ ഏതെങ്കിലും രീതിയിൽ ഇതിൽ പതിഞ്ഞിട്ടുണ്ടോ, മറ്റേതെങ്കിലും ബാഹ്യ സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഒരു പ്രസൻസ് ഈ ജയിലിൻ്റെ അകത്ത് ഉണ്ടായിട്ടുണ്ടോ എന്നത് ഉൾപ്പെടെയുള്ള സാധ്യതകളെല്ലാം തന്നെ പോലീസ് അന്വേഷിക്കും. അത്തരത്തിലുള്ള ശാസ്ത്രീയമായ പരിശോധനകളും അന്വേഷണങ്ങളും വരും മണിക്കൂറുകളിൽ ഉണ്ടാവും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ഒപ്പം തന്നെ കണ്ണൂരും അതിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലും പരിസര പ്രദേശങ്ങളിൽ വലിയ തോതിലുള്ള തെരച്ചിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. ഒപ്പം തന്നെ കാസർകോട്ടേക്കും തെരച്ചിൽ വ്യാപിപ്പിക്കുന്നു. കണ്ണൂരിൻ്റെയും കോഴിക്കോടിൻ്റെയും അതിർത്തി കേന്ദ്രീകരിച്ചുള്ള പ്രദേശങ്ങളിലേക്ക് അന്വേഷിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ മറ്റുള്ള, അതായത് കർണാടകത്തിനും തമിഴ്നാടിനും ഉൾപ്പെടെ കൃത്യമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. തമിഴ്നാട്ടിൽ നിരവധി കേസുകളിൽ, കവർച്ചാ കേസുകളിൽ പ്രതിയാണ്, വലിയ കൊടും കുറ്റവാളിയാണ്. നമുക്കറിയാം 2011 സൗമ്യ എന്ന് പറയുന്ന പെൺകുട്ടിയെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട ശേഷം അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊന്ന കേസിലെ പ്രതിയാണ് ഗോവിന്ദച്ചാമി. അതിനുശേഷമാണ് ഇയാൾ ജയിലിലാകുന്നത്. ജയിലിലും കൃത്യമായും ഇയാളുടെ ദിനചര്യകൾ മുടക്കാതെ ഇയാളുടെ ശരീരത്തെ കൃത്യമായി ബോഡി മെയിൻറ്റെയിൻ ചെയ്തു പോയതാണ്. ഭക്ഷണമാണെങ്കിലും വ്യായാമമാണെങ്കിലും എല്ലാം കൃത്യമായി തന്നെ ചെയ്തു പോയതാണ്. വധശിക്ഷയ്ക്ക് വിധിച്ചതായിരുന്നു. പിന്നീട് സുപ്രീം കോടതി ഇയാളുടെ വധശിക്ഷ റദ്ദാക്കുകയും ജീവപര്യന്തമാക്കി മാറ്റുകയും ചെയ്തിരുന്നു. അതിനിടെ ജയിലിൽ കഴിയുന്നതിനിടയിലാണ് അതീവ സുരക്ഷാ സംവിധാനമുള്ള കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ഗോവിന്ദച്ചാമിയെ കാണാതാവുന്നത്. ഗോപിക, ഇനി ഈ പ്രതിക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു സഹായം കിട്ടിയിട്ടുണ്ടോ എന്നാണ് നമുക്ക് അറിയേണ്ടത്. കാരണം കൃത്യമായ ഒരു പ്ലാൻ. വിനീഷ് തുടരുക. ഇപ്പോൾ സൗമ്യയുടെ അമ്മ സുമതി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സൗമ്യയുടെ അമ്മ ഈ ഒരു വേളയിൽ എന്താണ് പറയേണ്ടതെന്ന് അറിയത്തില്ല. കാരണം ഇത്രയും വലിയൊരു കൊടും കുറ്റവാളി ജയിൽ ചാടിയിരിക്കുന്നു. ഗുരുതര വീഴ്ചയാണ് സംഭവിച്ചിട്ടുള്ളത്. എന്താണ് അമ്മയ്ക്ക് പ്രതികരിക്കാനുള്ളത്? വീഴ്ച നമുക്ക് ചെറുതായി പറയേണ്ട ആവശ്യമില്ല. എന്തായാലും ഇത് വലിയൊരു വീഴ്ച തന്നെ സംഭവിച്ചിരിക്കുന്നത്. ഇത്രയും വലിയൊരു ജയിലിൽ, കണ്ണൂർ ജയിലിൽ നിന്നെല്ലാം നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ നല്ലൊരു ജയിലിൽ നിന്നെല്ലാം പറയുമ്പോൾ അത് വലിയൊരു ജയിലല്ലേ. അപ്പൊ ആ ജയിലിൽ നിന്ന് അവൻ പുറത്തു ചാടണമെന്നുണ്ടെങ്കിൽ അവനെന്തായാലും ഒറ്റയ്ക്ക് എന്തായാലും ഇതിൽ ഇതാവാൻ പറ്റില്ല. ഇത്രയും വലിയ ജയിലിൽ നിന്ന് ഇങ്ങനെയെല്ലാം ചെയ്തിട്ട് പുറത്തു ചാടാൻ എന്തായാലും പറ്റില്ല. അപ്പൊ ആരെങ്കിലും ഒരാളുടെ സപ്പോർട്ട് അതിലുണ്ടാവണം. ഇല്ലാതെ ഒരിക്കലും അവനത് ചെയ്യില്ല. എത്രയും പെട്ടെന്ന് അവനെ പിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ഇത്. അവൻ കണ്ണൂര് വിട്ടു പോയിട്ടുണ്ടാവില്ല. അപ്പൊ അവിടെ വലിയ വലിയ ഉദ്യോഗസ്ഥന്മാര് അവരെ പിടിക്കാൻ ഇറങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ ജനങ്ങള് ഈ സൗമ്യം മറക്കാത്തക്കാരൻ വരെ ഈ ഗോവിന്ദൻ ആരും മറക്കില്ല. അപ്പം എന്തായാലും അവിടുത്തെ ജനങ്ങളും അതിന് പോലീസ് വേഷം കെട്ടി അവരും ഇറങ്ങിയിട്ടുണ്ടാവും. ഉറപ്പാണത് 100%. അതെ, അമ്മ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും ഗോവിന്ദച്ചാമിക്കായി തെരച്ചിൽ, പോലീസും നാട്ടുകാരും ജനങ്ങളും എല്ലാം തന്നെ തെരച്ചിൽ നടത്തുകയാണ്. കാരണം ഇത്രയും വലിയൊരു കൊടും കുറ്റവാളി എല്ലാ നാട്ടിലും ജനം ഇറങ്ങിയിട്ടുണ്ട്. എല്ലാ നാട്ടിലും അവന്റെ ഫോട്ടോ കണ്ടിട്ട് നമുക്കേ അവനെ തിരിച്ചറിയണില്ല. അതിന്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. പണ്ടത്തെ ഗോവിന്ദൻചാമി ഇപ്പോഴത്തെ ഗോവിന്ദൻചാമിയും കൂടി എത്ര മാറ്റണ്ടെന്ന് ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. എന്തായാലും എത്രയും പെട്ടെന്ന് അവർ പിടിക്കും, അത് ഉറപ്പാണ്. അതിനൊരു മാറ്റവും ഇല്ല. എത്രയും പെട്ടെന്ന് പിടിക്കും. നന്ദി. ഇപ്പോൾ സൗമ്യയുടെ അമ്മയാണ് അമൃത വാർത്തകളോട് പ്രതികരിച്ചത്. സംസ്ഥാന വ്യാപകമായി ഗോവിന്ദച്ചാമിക്കെതിരെ ഇപ്പോൾ അന്വേഷണം നടത്തി വരികയാണ്. സൗമ്യ വധക്കേസ് പ്രതി ഗോവിന്ദച്ചാമി ജയിൽ ചാടി. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നാണ് ഇയാൾ രക്ഷപ്പെട്ടത്. പുലർച്ചെയാണ് വിവരം ജയിൽ അധികൃതർ അറിയുന്നത്. രാത്രി 1:15 ജയിൽ ചാടിയത്. പരിശോധനയ്ക്കായി ഉദ്യോഗസ്ഥർ എത്തിയപ്പോൾ ഗോവിന്ദച്ചാമി സെല്ലിൽ ഉണ്ടായിരുന്നില്ല. രാത്രിയാവാം ജയിൽ ചാടിയതെന്നാണ് കരുതുന്നത്. ജീവപര്യന്തം തടവിലാണ് ഗോവിന്ദച്ചാമി. പോലീസ് വ്യാപക പരിശോധന നടത്തുകയാണ്. DGPയുടെ നേതൃത്വത്തിലും കർണാടക, തമിഴ്നാട് സംസ്ഥാനങ്ങളിലും കനത്ത വ്യാപക പരിശോധന നടത്തി വരുന്നുണ്ട്. ബസ് സ്റ്റോപ്പ്, റെയിൽവേ സ്റ്റേഷൻ തുടങ്ങിയ പരിസരങ്ങളിലെല്ലാം തന്നെ ഗോവിന്ദച്ചാമിക്കായുള്ള തിരച്ചിൽ തുടർന്നു വരികയാണ്. ഗോവിന്ദച്ചാമിയെക്കുറിച്ച് വിവരം ലഭിച്ചാൽ 9446899506 എന്ന നമ്പറിൽ അറിയിക്കുക എന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. വിനീഷ്, ഇപ്പോൾ ജയിൽ ചാടിയിട്ട് ഈ കൊടും കുറ്റവാളി ജയിൽ ചാടിയിട്ട് 8 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു. എന്തെങ്കിലും വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ?
ഗോപിക, നിലവിൽ ഈ ഗോവിന്ദചാമിയെ കുറിച്ചുള്ള യാതൊരു വിവരവും പോലീസിന് ലഭിച്ചിട്ടില്ല. പക്ഷേ കണ്ണൂർ വിട്ടു പോകാനുള്ള ഒരു സാധ്യത ഇല്ല എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. അതുകൊണ്ട് തന്നെ മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്ക്, ഇതര സംസ്ഥാനങ്ങളിലേക്ക് ഇയാൾ രക്ഷപ്പെടാൻ സാധ്യതയുള്ളത് തൊട്ടടുത്തുള്ളത് കർണാടകയാണ്. വിനീഷ് തുടരുക. ഇപ്പോൾ DGP റവാഡ ചന്ദ്രശേഖർ അമൃത വാർത്തകളോടൊപ്പം ചേരുന്നുണ്ട്. സർ, ഇത്രയും ക്രൂരമായ ഒരു കൊലപാതകി ജയിൽ ചാടിയിരിക്കുന്നു. കണ്ണൂർ ജയിൽ എന്ന് പറയുന്നത് വളരെ വലിയൊരു സുരക്ഷാ സംവിധാനമുള്ളൊരു ജയിലാണ്. അതിൽ നിന്നും ജയിൽ ചാടിയിരിക്കുന്നു ഈ കുറ്റവാളി എന്ന് പറയുമ്പോൾ വലിയൊരു സുരക്ഷാ വീഴ്ചയല്ലേ അവിടെ ഉണ്ടായിരിക്കുന്നത്? ഹലോ സർ, വലിയ വീഴ്ചയല്ലേ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഇത്രയും വലിയൊരു കുറ്റവാളി ജയിൽ ചാടിയിരിക്കുന്നു? താങ്കൾക്ക് എന്താണ് ഈ ഒരു വേളയിൽ പ്രതികരിക്കാനുള്ളത്? We formed a special team under the leadership of the DIG Kannur range to trace the പ്രതിനി ട്രേസ് ചെയ്യാനുള്ളത്. നമ്മൾ ബാക്കി എല്ലാ ബോർഡർ പ്ലേസസിലും എല്ലാം പോയിന്റ്സിലും അലർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സ്ക്വാഡായിട്ട് നമ്മൾ പെട്ടെന്ന് തിരിച്ചു നടക്കുന്നുണ്ട് ഇതിലേക്ക്. സർ, എന്തൊക്കെ തരത്തിലുള്ളൊരു അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്? ബസ് സ്റ്റോപ്പും റെയിൽവേ സ്റ്റേഷനെല്ലാം കേന്ദ്രീകരിച്ച് ഇപ്പോൾ അന്വേഷണം നടക്കുന്നുണ്ടല്ലോ. അതെ, നമ്മൾ ഒരു DIG കണ്ണൂർ റേഞ്ച് നേതൃത്വത്തിലെ ഒരു സംഘം ഫോം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അവരും ഇതിനെ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ അതിന് തെരച്ചിൽ നടക്കുന്നതിലേക്ക്. ഇപ്പോൾ ഈ പ്രതി ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് 8 മണിക്കൂർ കഴിഞ്ഞിരിക്കുകയാണ്. എന്തെങ്കിലും ഒരു വിവരം ലഭിച്ചിട്ടുണ്ടോ സാർ ഈ ഒരു വിഷയവുമായി, കേസുമായി ബന്ധപ്പെട്ട്? വർക്ക് ഇൻ പ്രോഗ്രസ് ആണ് നമ്മൾ നടക്കുന്നതോടെ. വി ആർ ഓൾസോ വർക്കിംഗ് ഔട്ട് ഓൾ ദ ലീഡ്സ് പോസിബിൾ ലൈഡ്സ് നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. And it's there. We are trying to work it out there actually. നന്ദി ശ്രീ റവാഡ ചന്ദ്രശേഖർ അമൃത വാർത്തകളോടൊപ്പം പ്രതികരിച്ചത്. 8 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു. ഇതുവരെയും പ്രതിയെക്കുറിച്ചുള്ളൊരു വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. പ്രതിക്കായി വലിയ രീതിയിലുള്ളൊരു തെരച്ചിൽ നടക്കുകയാണ് എന്നാണ് DGP റവാഡ ചന്ദ്രശേഖർ പ്രതികരിച്ചത്. വിനീഷ് തുടരാം. ഗോപിക, തെരച്ചിൽ ഇപ്പോഴും ഊർജിതമായി തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു. അതായത് കണ്ണൂർ റേഞ്ച് DIGയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട്. ആ സംഘമാണ് ഇയാളെ കണ്ടെത്താനുള്ള ശ്രമം ഊർജിതമായി നടത്തുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ DGP നമ്മോട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ ഫോഴ്സുകൾ നിയോഗിച്ചിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷനുകളിലും ബസ് സ്റ്റാൻഡുകളിലും അതുപോലെ തന്നെ മറ്റുള്ള സ്ഥലങ്ങളിൽ, ഇയാൾ എത്തിപ്പെടാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ, ഇയാൾ രക്ഷപ്പെടാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ എല്ലാം തന്നെ കൃത്യമായ പരിശോധന തന്നെയാണ് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇത് വലിയ ഒരു സംഭവമായി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇയാളെപ്പോലുള്ള ഒരു കൊടും കുറ്റവാളി വീണ്ടും സമൂഹത്തിലേക്ക് പുറത്തേക്ക് എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായും അത് ജനങ്ങൾക്ക് ആശങ്കയുണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ പ്രതിയെ എത്രയും പെട്ടെന്ന് ഗോവിന്ദചാമിയെ പിടികൂടാനുള്ള ശ്രമം ഊർജിതമായി തന്നെയാണ് തുടരുന്നത്. ഗോവിന്ദചാമി രക്ഷപ്പെടാൻ സാധ്യതയുള്ള പ്രധാനമായും മംഗലാപുരം കേന്ദ്രീകരിച്ച് ആവും എന്നുള്ള ഒരു നിഗമനത്തിൽ തന്നെയാണ് പോലീസ്. അതുകൊണ്ട് തന്നെ ഈ അതിർത്തികളിൽ, കർണാടക അതിർത്തികളിൽ കൃത്യമായ പരിശോധന ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഒപ്പം തന്നെ കേരളത്തിലെ മറ്റ് ജില്ലകൾ, ഇതിനോട് ചേർന്ന് നിൽക്കുന്ന കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിലും പരിശോധന, അതിർത്തികളിലെല്ലാം തന്നെ പരിശോധന നടത്തും. അതിന് കൂടുതൽ മറ്റ് ജില്ലകളിൽ നിന്നുള്ള പ്രത്യേക ഫോഴ്സ് എന്തായാലും എത്തിയിട്ടുണ്ട്. നമുക്കറിയാം, അതീവ സുരക്ഷാ സെല്ലിൽ നിന്നാണ് ഇയാൾ രക്ഷപ്പെട്ടിട്ടുള്ളത്. അത് ജയിലിനകത്തെ ജയിൽ എന്ന് വേണമെങ്കിൽ പറയാം. 10ാം ബ്ലോക്ക് അതീവ സുരക്ഷാ മേഖലയാണ്. ഒപ്പം തന്നെ അതിനകത്ത് A, B, C, D എന്നിങ്ങനെയുള്ള ഉപബ്ലോക്കുകളുണ്ട്. ഇതിൽ ബിയിലാണ് ഗോവിന്ദചാമി ഉണ്ടായിരുന്നത്. ഈ നാലാമത്തെ സെല്ലിലാണ് ഇത്തരത്തിലുള്ള കൊടും കുറ്റവാളികളെ മറ്റ് കുറ്റവാളികൾക്കൊപ്പം പാർപ്പിക്കാറില്ല. അതുകൊണ്ട് തന്നെ ഇയാൾ ഒറ്റയ്ക്കായിരുന്നു ഇതിനകത്തുണ്ടായിരുന്നത്. ഇങ്ങനെ ഒറ്റയ്ക്കുണ്ടായിരുന്ന സമയത്താണ് ഇന്ന്, അതായത് ഈ പുലർച്ചെ 1:15 കൂടി ഇയാൾ കമ്പി വളച്ചുകൊണ്ട്, കമ്പി മുറിച്ചുകൊണ്ട് രക്ഷപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ശ്രമം എത്ര സമയം മുമ്പ് ആരംഭിച്ചിട്ടുണ്ടാവും? അപ്പോൾ നമ്മളുടെ CCTV, എന്തുകൊണ്ട് CCTV പരിശോധിക്കാൻ അധികൃതർ തയ്യാറായില്ല? അല്ലെങ്കിൽ അത്തരത്തിലുള്ള സർവൈലൻസ് ഒന്നും അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ലേ എന്നുള്ളതാണ്. അതിനുശേഷം ഈ 10ാമത്തെ ബ്ലോക്കിൽ നിന്ന് മറ്റുള്ള സ്ഥലത്തേക്ക് എത്തണമെങ്കിൽ ചെറിയൊരു മതിൽ ചാടിക്കടക്കേണ്ടി വരും. ഈ മതിൽ ചാടിക്കടന്നിട്ടുണ്ട്. ഈ മതിൽ ചാടിക്കടക്കുന്ന വേളയിലും കൃത്യമായി തന്നെ ഇവിടെ എല്ലാം തന്നെ CC ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിലും എന്തുകൊണ്ട് ഗോവിന്ദചാമി പതിഞ്ഞിട്ടും അധികൃതർ ഇത് കാണാതെ പോയോ എന്നുള്ളതാണ് ഒന്ന്. അതിനുശേഷമാണ് മുണ്ടുകൊണ്ട് വടം കെട്ടി മതിലിലൂടെ രക്ഷപ്പെട്ടിട്ടുള്ളത്. ഇത്രയും വലിയ 10-15 മീറ്ററോളത്തിൽ കൂടുതൽ വരുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ജയിലിലൊന്നായ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ഇയാൾ എങ്ങനെ ഈ വടം കെട്ടി ഇറങ്ങി എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചോ? അങ്ങനെയെങ്കിൽ അപ്പോഴും അധികൃതർ ഉറക്കത്തിലാണോ എന്നുള്ളതാണ് ചോദ്യം. ഒപ്പം തന്നെ
ഇത്തരത്തിലുള്ള ഇലക്ട്രിക് ഫെൻസിംഗ് ഉണ്ട്. സാധാരണ നിലയിൽ ഇത്തരത്തിലുള്ള ഊർജ്ജവേലിയിൽ തട്ടിക്കഴിഞ്ഞാൽ ഷോക്കേൽക്കും. ഷോക്കേൽക്കുന്ന പ്രതികൾ താഴെ വീഴാൻ തന്നെയാണ് സാധ്യതയുള്ളത്. അങ്ങനെ ഇയാൾ ഷോക്കേൽക്കാതെ എങ്ങനെയാണ് രക്ഷപ്പെട്ടത് എന്നുള്ള ചോദ്യം, അപ്പോഴും അധികൃതർ എന്തായിരുന്നു ചെയ്തിരുന്നു എന്നുള്ള ചോദ്യം അവശേഷിക്കുന്നുണ്ട്. ഒപ്പം തന്നെ രക്ഷപ്പെടുന്ന അല്ലെങ്കിൽ ഇതിന് കൃത്യമായി തന്നെ എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെ അസ്വാഭാവികമായ ഒരു പ്രസൻസ് അല്ലെങ്കിൽ ഒരു സാന്നിധ്യം ഇത്തരത്തിലുള്ള കുറ്റവാളികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ കൃത്യമായി തന്നെ നമ്മളുടെ അലാം സംവിധാനം പ്രവർത്തിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് ഈ സമയത്ത് ഗോവിന്ദചാമി രക്ഷപ്പെടുന്ന സമയത്ത്, ജയിൽ ചാടുന്ന സമയത്ത് ഈ അലാം പ്രവർത്തിക്കാതെ പോയത് എന്നുള്ള ചോദ്യം കൂടി അവശേഷിക്കുന്നുണ്ട്. ഇത്തരം ചോദ്യത്തിൽ നിന്ന് ഒരിക്കലും അധികൃതർക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. എന്തായാലും അതിൽ വലിയ വീഴ്ച, വലിയൊരു സുരക്ഷാ വീഴ്ച തന്നെയാണ് കണ്ണൂർ പോലുള്ള അത്രയും വലിയ ഒരു സെൻട്രൽ ജയിലിൽ നടന്നിട്ടുള്ളത്. അതും അതീവ സുരക്ഷാ മേഖലയിൽ നിന്ന്, അതീവ സുരക്ഷാ ജയിലിനകത്ത് നിന്ന് ഒരു നൊട്ടോറിയസ് ക്രിമിനൽ, അതീവ കൊടും കുറ്റവാളി എങ്ങനെ രക്ഷപ്പെട്ടു എന്നുള്ള ഒരു ചോദ്യമാണ് നമുക്ക് മുമ്പിലുള്ളത്. എന്തായാലും അതിൽ അയാൾക്ക് ബാഹ്യ സഹായം ലഭിക്കാതെ അയാൾ രക്ഷപ്പെട്ടോ അല്ലെങ്കിൽ ബാഹ്യ സഹായം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് എവിടെ നിന്നാണ് ലഭിച്ചിട്ടുള്ളത്? ജയിലിനകത്തുള്ള സഹതടവുകാരിൽ നിന്നാണോ ഉണ്ടായിട്ടുള്ളത്, അതെങ്കിൽ അധികൃതരിൽ നിന്നാണോ ലഭിച്ചിട്ടുള്ളത് എന്നതിനെല്ലാം തന്നെ ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. എന്തായാലും ഇപ്പോൾ ഈ കൊടും കുറ്റവാളിയെ കണ്ടെത്തുക എന്നുള്ളൊരു ദൗത്യത്തിലേക്കാണ് പോലീസ് പോയിട്ടുള്ളത്. അന്വേഷണ സംഘവും അങ്ങനെ തന്നെയാണ്. DIG, കണ്ണൂർ റേഞ്ച് DIGയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം ഇപ്പോൾ എന്തായാലും കൂടുതൽ ഫോഴ്സിന്റെ സഹായത്തോടു കൂടി പ്രധാന സ്ഥലങ്ങളിലും കൂടുതൽ ആളുകൾ എത്തുന്നതും കൂടുതൽ യാത്രയ്ക്കായി നമ്മൾ വാഹനങ്ങൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ട്രെയിനോ ബസ്സോ ഉപയോഗിക്കുന്ന ബസ് സ്റ്റാൻഡുകളിലും റെയിൽവേ സ്റ്റേഷനിലുമുള്ള പരിശോധനകൾ ഊർജിതമായി തന്നെ നടക്കുകയാണ്. ഗോപിക.